നാം ഇതുവരെ സംസാരിച്ചതും പറഞ്ഞതും വിലയിരുത്തിയതും വിശകലനം നടത്തിയതുമെല്ലാം ശബരിമലയിൽ ആരൊക്കെയാണ് ഈ കൊള്ളയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എന്നാൽ ശബരിമലയുടെ രാഷ്ട്രീയം നമ്മൾ അങ്ങനെ വലുതായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഒരു ചാനലും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ ശബരിമലയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ശബരിമലയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ഒരു ട്രാപ്പിൽ ചെന്ന് വീണിരിക്കുകയാണ്. വളരെ കൃത്യമായി പിണറായി വിജയൻ ഒരുക്കിയ കെണിയിൽ കോൺഗ്രസ് വീണു. പിണറായി വിജയനും കൂടി പറഞ്ഞിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഓഫീസിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആയിട്ട് അടുത്ത് നിൽക്കുന്നവരുടെ ബുദ്ധി കേന്ദ്രങ്ങളുടെ ഫലമായിട്ടാണ് ആദ്യം ഇങ്ങനെ ഇടതുപക്ഷക്കാരെയൊക്കെ പിടിച്ചു പോയപ്പോൾ കോൺഗ്രസ്സുകാരെ തൽക്കാലം ഒന്ന് തൊടണ്ട. കാരണം ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ സതീശൻ്റെ പുതുയുഗയാത്രയും നവയുഗയാത്രയും ഒക്കെ വന്ന് കോൺഗ്രസ് വളരെ ഹൈപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ തൊട്ടാൽ മതി. അതുവരെ അവരങ്ങനെ നിൽക്കട്ടെ, അവർ അടുക്കുകയാണെങ്കിൽ അടുക്കട്ടെ, അകലുകയാണെങ്കിൽ അകലട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി AKG സെൻറ്ററിലും CMൻ്റെ ഓഫീസിലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായ സ്ട്രാറ്റജിയായിരുന്നു. അതിപ്പോഴത്തെ കളത്തിൽ ആ സിദ്ധാന്തം പ്രയോഗത്തിലേക്ക് വന്നിരിക്കുന്നു. അത് കളത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. വളരെ ഇപ്പോൾ ഓരോ ദിവസവും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു, ആൻ്റണി MP ചോദ്യം ചെയ്യുന്നു, അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യും. കോൺഗ്രസിൻ്റെ തലങ്ങളിലേക്ക് തിരിച്ചു. അങ്ങനെ തിരിക്കുന്നതിന് മുമ്പ് കടകംപള്ളിയുടെ അടുത്ത് എത്തിയപ്പോൾ വണ്ടിയെ നേരെ തന്ത്രിയുടെ തലങ്ങളിലേക്ക് ആദ്യം തിരിച്ചു. തന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി 90 ദിവസത്തിലേക്ക് കാര്യങ്ങൾ നീട്ടി. അങ്ങനെ തന്ത്രിയെ തന്ത്രിയിൽ ചുറ്റി 90 ദിവസം നീണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് മുരാരി ബാബു മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളവർക്ക് പുറത്തിറക്കാൻ പറ്റി. എത്ര നല്ല കൃത്യമായ സ്ക്രിപ്റ്റാണെന്ന് നോക്കുക. അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റി. അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം അവർ പുറത്തു നിന്നുകൊണ്ട് വേല കാണിക്കുമ്പോഴാണ് ED ഇതിനിടയ്ക്ക് വന്നു എന്നുള്ള വേറൊരു രാഷ്ട്രീയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ED വന്നത് മറ്റൊരു രാഷ്ട്രീയം കൂടെയാണ്. അപ്പോൾ അതിനിടയിലാണ് കോൺഗ്രസ്സുകാർ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണ്ടേ, അവർ പറയണമായിരുന്നു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തോളൂ എന്ന് പറയുന്നതിന് പകരം CMൻ്റെ കൂടെ നിൽക്കുന്നില്ലേ, CMനെ ചോദ്യം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഡൈലൂട്ട് ചെയ്തപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും CPM-ഉം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു കാര്യം തീരുമാനിച്ചു, നിങ്ങൾ ഡൈലൂട്ട് ചെയ്തോളൂ, പക്ഷെ ഞങ്ങൾ ഒരു നാൾ നിങ്ങളെ പിടിച്ചാൽ വല്ലാത്തൊരു പിടിയായിരിക്കും പിടിക്കുന്നത്. ഇപ്പോഴത് അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കാര്യം വളരെ കൃത്യമായി ഇടതുപക്ഷക്കാരിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് തന്ത്രിയിലേക്ക് എത്തിക്കാനും തന്ത്രിയെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് ബാക്കി ആളുകളെ, കോൺഗ്രസിൻ്റെ ആളുകളെ ചുറ്റിപ്പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചുറ്റിപ്പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ജനങ്ങൾ മറ്റത് മറന്നു. ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ള ജയിലിൽ കിടക്കുന്നത് ഇപ്പോൾ വാർത്തയാണോ? CPM ഇതിനകത്ത് പ്രതിയാണോ? ഇപ്പോൾ പ്രതി കോൺഗ്രസ്സുകാരാണെന്നുള്ള നിലയിലാണ് വ്യാപകമായ സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നത്. മരമുറി ചാനലടക്കമുള്ള നിരവധി ചാനലുകൾ വളരെ ഗൗരവതരമായി ഇതിനു വേണ്ടി PR വർക്ക് ചെയ്യുകയും കൂടി ചെയ്യുമ്പോൾ, ഒരു വശത്തെ സോഷ്യൽ മീഡിയയുടെ PR വർക്ക്, റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള 24 അടക്കമുള്ള ചാനലുകളുടെ PR വർക്ക്, ഈ 2 PR വർക്ക് നടന്ന് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പുതിയൊരു രാഷ്ട്രീയത്തിലേക്കാണ് ശബരിമല കേസ് നീങ്ങുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ മാനം വന്നു കഴിഞ്ഞു. ഇനി ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് മാറും. നേരത്തെ നിന്നതൊരു സിവിൽ കേസിൻ്റെ അല്ലെങ്കിൽ ക്രിമിനൽ കേസിൻ്റെ ഒക്കെ ഒരു ക്രിമിനലില്ല, ഒരു സിവിൽ കേസിൻ്റെ പശ്ചാത്തലത്തിൽ, മോഷണം പോലുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നൊരു കേസ് അവിടെ മാറി പൊളിറ്റിക്കൽ ഡയമെൻഷനിലേക്ക് പോയെന്ന് മാത്രമല്ല, ഭരണകക്ഷിക്ക് വളരെ തന്ത്രപരമായി, ഭരണകക്ഷി പാർട്ടിക്ക് വളരെ വളരെ ഗൗരവതരമായി ഈ ട്രാപ്പ് തയ്യാറാക്കുകയും ആ ട്രാപ്പിലേക്ക് ആദ്യം അവരുടെ ആളുകൾ പോയപ്പോൾ കുറച്ചൊന്ന് ഗ്രാഫ് ഡൗൺ ആയെങ്കിൽ വളരെ പെട്ടെന്ന് ഗ്രാഫിന് ഉയർത്തിക്കൊണ്ടുവരാനും എതിരാളികളായ കോൺഗ്രസിൻ്റെ ആളുകളെ കൃത്യമായി റഡാർ അങ്ങോട്ട് തിരിച്ചു വയ്പ്പിക്കാനും ഇപ്പോൾ സമ്പൂർണ്ണമായി റഡാർ ഇരിക്കുന്നത് തന്ത്രിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും നേർക്കാണ്. ഇത് തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ്. ഈ തിരിഞ്ഞുകുത്തൽ നാടകം, ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം തയ്യാറാക്കിയപ്പോൾ കോൺഗ്രസ് ഇത് അറിഞ്ഞില്ല. കോൺഗ്രസ് ഇത് വളരെ ഡൈലൂട്ടായിട്ട് എടുത്തു. കോൺഗ്രസ് കുറച്ചുകൂടി ഗൗരവതരമായിട്ട് എടുക്കണമായിരുന്നു. ഞങ്ങളെ ആളുകൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ ആളുകളെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി പറയണമായിരുന്നു. അടൂർ പ്രകാശ് പലവട്ടം അടൂർ പ്രകാശിനോട് പത്രക്കാർ ചോദിച്ചു, 2-3 കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ നിരന്തരം അവിടെ പോയത്? അപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ഒരു പോറ്റി അങ്ങനെയൊക്കെ പോകുമോ അടൂർ പ്രകാശ് സാറേ? എന്തിനാണ് നിങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത്?
സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത് ശബരിമലയിലെ ഒരു പോറ്റി, എൻ്റെ മണ്ഡലത്തിലെ ഒരു പോറ്റി ഡൽഹിയിൽ നിന്നുകൊണ്ട് ഒരു 3 മണിക്കൂറിനകത്ത് ഒന്ന് വരുമോ MP എന്ന് ചോദിച്ചു. ഇപ്പം 2.5 മണിക്കൂറും കൊണ്ടാണ് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഒരു 3 മണിക്കൂറിനകത്ത് MP വരുമോ, ഞങ്ങൾക്കൊന്ന് സോണിയാഗാന്ധിയുടെ വീട് വരെ പോകണമെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ, ബാലവാടി പിള്ളേർ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോയി നിന്നിട്ട് സെക്രട്ടേറിയറ്റിലോ ഡൽഹിയിലൊക്കെ പോയി നിന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ചെന്ന് നിന്നപ്പോൾ അപ്പോൾ ഫോൺ എടുത്ത് വെച്ച് വേറൊരാളെ കൂടെ ചേട്ടാ വരുമോ എന്ന് ചോദിച്ചതുപോലുള്ള ഒരു ആർക്കും ദഹിക്കാത്ത, ഒരു മനുഷ്യനും ദഹിക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചിട്ട് അടൂർ പ്രകാശ് അങ്ങനെ വെറുതെ ഇരുന്നു. അപ്പോൾ അടൂർ പ്രകാശ് വിചാരിച്ചു ഇതെല്ലാം CPM-കാരെ അടിച്ച് കയറുകയല്ലേ. കടയമ്പള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു, പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു, N. വാസുവിനെ ചോദ്യം ചെയ്യുന്നു, വിജയകുമാറിനെ ചോദ്യം ചെയ്യുന്നു, മുരാരി ബാബു, എല്ലാ ഇടതുപക്ഷത്തിലുള്ളവരെ ചോദ്യം ചെയ്യുന്നു, അകത്താക്കുന്നു. ഇപ്പം നമ്മൾ സേഫായി 2 ഡയലോഗ് അടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതാ കൃത്യം പ്രതിരോധത്തിലായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ ട്രാപ്പ് ഒരുക്കിയത്, ഈ തിരക്കഥ ഒരുക്കിയത് ഒരുപക്ഷെ SIT ആയിരിക്കണമെന്നില്ല. SIT അങ്ങനെ വന്നതല്ല. പക്ഷെ SITയും അവിടെ എത്തി. ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നോക്കുമ്പോൾ, ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പില്ലറുകൾ നോക്കുമ്പോൾ SITയും അവിടെ എത്തി, കൾമിനേറ്റ് ചെയ്ത് അവിടെ എത്തി. എന്താണോ ഗവൺമെൻറ് ആഗ്രഹിച്ചിരുന്നത്, അതായത് ഇലക്ഷനോട് അടുക്കുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കണം, തന്ത്രിയെ പ്രതിരോധത്തിലാക്കണം. അങ്ങനെ ആക്കുമ്പോൾ CPM-ൻ്റെ ഇതുവരെ പ്രതിരോധത്തിലായവർ പുറത്തിറങ്ങുകയും വേണം. 90 ദിവസത്തെ കെയർ ഓഫിൽ എത്ര മനോഹരമാണ് ആ കഥ, ആ നാടകം എത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു, സുന്ദരമായിട്ട് ചെയ്തിരിക്കുന്നു. കേട്ടാൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ വിജയിച്ചിരിക്കുകയാണ്. ഈ പ്ലാൻ തയ്യാറായത് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകമൊന്നുമല്ല, അല്ലെങ്കിൽ ഇതൊരു പച്ചവെള്ളം കുടിക്കുകയും അരിയാഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യരുടെ ബുദ്ധിയല്ല. ഇത് കുറച്ച് കൃത്യമായ ഒരു ഇൻ്റലക്ച്വൽ വർക്ക് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് കോൺഗ്രസ്സുകാരെ ഇപ്പോൾ പിടിക്കണ്ട, കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടിയിട്ട് പിടിച്ചാൽ മതി, അത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിടിച്ചാൽ മതി, അതുവരെ തന്ത്രിയെ ചുറ്റിപ്പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തുള്ളതിനെ ഡൈല്യൂട്ട് ചെയ്ത് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. ഈ ട്രാപ്പ് കോൺഗ്രസ്സിന് മനസ്സിലായില്ല എന്നുള്ളിടത്താണ് പിണറായിയുടെ ചാണക്യൻ വീണ്ടും ഇരട്ടച്ചങ്കനും 3 ചങ്കനും മുച്ചങ്കനുമൊക്കെയായി മാറുന്നത്. അവിടെ സതീശൻ, രമേശ് ചെന്നിത്തല ഇനിയും ഒരുപാട് ഗ്രഹപാഠം ചെയ്യേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഗ്രഹപാഠം ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ആളായതുകൊണ്ട്, ഇപ്പോഴും 0ക്ക് താഴെ മാർക്ക് വാങ്ങുന്ന, മൈനസ് മാർക്ക് വാങ്ങുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ കുറച്ച് മാർക്ക് വാങ്ങിയിരുന്ന VD സതീശനും, കുറച്ചുകൂടി മാർക്ക്, ഒരു മോഡറേഷനൊക്കെ വാങ്ങിയാൽ ജയിക്കാൻ പറ്റുന്ന മാർക്ക് വാങ്ങിച്ചിരുന്ന രമേശ് ചെന്നിത്തലയും ഇനി ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു പിണറായിയുടെ മുന്നിൽ.